അതിലെ നൂറ് നമ്മൾ ഡിസ്കഷൻ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ ക്ലിപ്പ് കണ്ടു. എടി ആര്യനെ ഇവന്റെ ഇവളുടെ അവർ തമ്മിൽ ഫൈറ്റ് ആയി, അതിലും നൂറ് തമ്മിൽ. ഈ ആര്യൻ ചെയ്തപ്പോ നീ എൻജോയ് ചെയ്തല്ലോ, നീ എന്താ വേണ്ടെന്ന് പറയാത്ത നൂറ. അപ്പൊ അങ്ങനെ ഞാൻ ചിരിച്ചു നോക്കിയപ്പോ അങ്ങനെ സിറ്റുവേഷൻ അതിലാണോ പറഞ്ഞത്? അതിലാ പറഞ്ഞത് നൂറെ അങ്ങനെ നോക്കി നീ എന്തിനാ ആര്യൻ നിന്നെ വയർ നോക്കി ചെയ്തപ്പോ നീ എന്താ. പക്ഷെ എന്റെ മൈൻഡിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ആ ഗെയിം കളിക്കുമ്പോ ആ കൈയുടെ നൂര പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കാണിച്ചിരിക്കുന്നത് ഞാൻ അവളുടെ വയർ നോക്കി ചെയ്തു നോക്കി. അപ്പൊ എനിക്കത് കുറച്ച് ഡേർട്ടി ഗെയിം ആയിട്ട് തോന്നി. അവിടെ എനിക്ക് കുറച്ച് ബാഡ് അടിച്ചു. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഹൂ വിൽ ഡു ഇറ്റ്. ഏതെങ്കിലും ഷോയിൽ പോയിട്ട് ഞാൻ ഒരു പെൺകുട്ടിയുടെ വയർ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എന്ത് പ്രാക്ടിക്കൽ സാധനങ്ങൾ. എന്തെങ്കിലും നമ്മുടെ അഗേൻസ്റ്റ് അതെ, നമ്മുടെ അഗേൻസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുക. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ബിലീവബിൾ. ഇതൊക്കെ ഭയങ്കര മണ്ടത്തരായി പോയി എനിക്ക് തോന്നി. ഇതുപോലെ വേറെ ആര്യൻ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇത്തിരി സൂക്കേടുള്ളതാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കണ്ടിട്ടില്ല. സീരിയസ്ലി ഐ എം നോട്ട് ഈവൻ ജോക്കിംഗ് ടു യു. ഐ ഹാവ് കം ഓഫ്. ഞാൻ ഈ വാട്ട് ബാക്ക്ഗ്രൗണ്ട് ഐ ഹാവ് ബീൻ റേസ്ഡ് ഫ്രോം നോ. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര നമുക്കൊരു ഭയങ്കര കംഫർട്ട് സ്പേസ് ആണ്. അവർക്ക് നമുക്ക് ദേ ആർ കംഫർട്ടബിൾ വിത്ത് മീ. ഐ ഹാവ് ഹാഡ് സോ മെനി ഫ്രണ്ട്സ് ഹു ആർ വിമൻ ഹു ആർ വെരി നൈസ് ടു മീ. പിന്നെ ഈ പറഞ്ഞ പോലെ മൈ മോം ഇസ് നോട്ട് ടോട്ട് മീ ലൈക്ക് പെണ്ണുങ്ങളെന്ന് ഒരു ഫീറ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ നല്ലോണം ഹഗ് ചെയ്യാം ഇഫ് യു ലൈക്ക് ദം. ഇഫ് യു ഡോണ്ട് വാണ്ട്, ഡോണ്ട് ടോക്ക് ടു ദം.